രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുമുന്നേ മറ്റൊരു വിമാന ദുരന്തം കൂടി മുടിനാരിഴ വ്യത്യാസത്തിന് വഴിമാറിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതും എയർ ഇന്ത്യയുടെ തന്നെ ബോയിങ് 777 വിമാനം. ജൂൺ 12-നാണ് 275 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം ഉണ്ടായതെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജൂൺ 14-നായിരുന്നു ബോയിങ് 777 വിമാനം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലും സമാനതകൾ ഏറെയാണ്. ഡൽഹിയിൽ നിന്നും വിയന്നയിലേക്ക് പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന്റെ മർദ്ദം നഷ്ടപ്പെടുന്നതായി കണ്ടെത്തി. ഉടൻ തന്നെ അപകട മുന്നറിയിപ്പ് പൈലറ്റിന് കൈമാറി. ഓരോ യാത്രക്കാരനും കൺമുന്നിൽ മരണത്തെ കണ്ട നിമിഷം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും ഇനിയൊരു മടക്കമില്ല എന്ന് തന്നെ കരുതിയിരിക്കാം. പക്ഷേ പൈലറ്റുമാർ സമയോചിതമായി ഇടപെട്ടു. ഭീതിതമായ നിമിഷങ്ങൾക്കൊടുവിൽ അപകടമൊഴിഞ്ഞു. വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും പറന്നുയർന്നു. 9 മണിക്കൂർ 8 മിനിറ്റ് നേരം പറന്ന് വിമാനം വിയന്നയിലെത്തി. സംഭവത്തിന് ശേഷം പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് അധികൃതർ ഒഴിവാക്കി. എയർ ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം തലവനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്റ്റിക് ഷേക്കർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. വിമാനം അപകടത്തിലാണ് എന്ന് വ്യക്തമാക്കിയുള്ള മുന്നറിയിപ്പാണ് ഇത്. അന്വേഷണത്തിൽ വിമാനം നിയന്ത്രണാതീതമായി കുലുങ്ങിയെന്നും പറക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് ഗ്രൗണ്ട് പ്രോക്സിമിറ്റി സ്റ്റാൾ വാർണിംഗ് എന്നിവയും പുറപ്പെടുവിച്ചു. 3 മുന്നറിയിപ്പുകളാണ് നിമിഷ നേരം കൊണ്ട് പുറപ്പെടുവിച്ചത്. ടേക്ക് ഓഫിന് പിന്നാലെയുണ്ടായ കുലുക്കം മാത്രമായിരുന്നുവെന്നാണ് പൈലറ്റുമാരുടെ പ്രാഥമിക മൊഴി. ഇതിൽ സ്റ്റിക് ഷേക്കർ മുന്നറിയിപ്പിനെ കുറിച്ച് മാത്രം പരാമർശിക്കുകയും ഗ്രൗണ്ട് പ്രോക്സിമിറ്റിയും സ്റ്റാൾ വാർണിംഗും ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പരിശോധിച്ചതോടെയാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യം പുറത്തായത്. പൈലറ്റുമാരും സുരക്ഷാ വിഭാഗവും സംഭവത്തിന്റെ തീവ്രത മറച്ചുവെക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തി. തുടർന്നാണ് പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയതും സുരക്ഷാ വിഭാഗം തലവനെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഒരു കാലത്ത് ആകാശയാത്രകൾ എന്നാൽ ബോയിങ് എന്നായിരുന്നു. ലോകം അത്രയേറെ വിശ്വസിച്ചിട്ടുണ്ട് ബോയിങ്ങിനെ. വിമാനയാത്രയുടെ കാര്യത്തിൽ മാത്രമല്ല, റോക്കറ്റുകളും സാറ്റലൈറ്റുകളും മിസൈലുകളും വരെ നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി. ആ ബോയിങ് എങ്ങനെ തകർച്ചയുടെ വക്കിലെത്തി? ഒരു കാലത്ത് അമേരിക്കൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും നവീനതയുടെയും മുഖമുദ്രയായിരുന്ന ബോയിങ്ങിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നതിന് ശേഷം DGCA മുൻകൈയെടുത്ത് എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരുന്നു. ചട്ടങ്ങൾ പാലിക്കാത്ത വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതി നിഷേധിക്കുകയും ചെയ്തു. എയർ ഇന്ത്യയിൽ മുൻപ് യാത്രാ സൗകര്യങ്ങൾ തൃപ്തികരമല്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇന്ന് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുവെങ്കിലും സുരക്ഷയിൽ വലിയ പാളിച്ച സംഭവിക്കുന്നുവെന്നാണ് വിലയിരുത്തലുകൾ. കഴിഞ്ഞ ദിവസം ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം കൊൽക്കത്തയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു. ക്യാബിനിൽ തുടർച്ചയായി ചൂട് അനുഭവപ്പെട്ടതിനാൽ മുൻകരുതൽ നടപടിയായാണ് കൊൽക്കത്തയിലേക്ക് തിരിച്ചുവിട്ടത് എന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. യാത്രക്കാരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ബദൽ ക്രമീകരണങ്ങളും ചെയ്തു. ജൂൺ 29-ന് ഹനേഡയിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ എയർ ഇന്ത്യ വിമാനത്തിലായിരുന്നു ഈ സംഭവങ്ങൾ. ഇതിനു പുറമെ 2 ദിവസങ്ങൾക്ക് മുൻപ് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ക്യാബിനിൽ പുകയുടെ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു. AI639 വിമാനമാണ് വെള്ളിയാഴ്ച രാത്രി പറന്നുയർന്ന് ഏകദേശം 45 മിനിറ്റിന് ശേഷം സാങ്കേതിക തകരാർ കാരണം മുംബൈയിലേക്ക് തിരികെ പോയത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നത് എയർ ഇന്ത്യ പ്രതിച്ഛായയ്ക്ക് വിള്ളൽ ഉണ്ടാക്കുന്നതായാണ് വിലയിരുത്തൽ. അതേസമയം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന ദുരന്തത്തിൽ അന്വേഷണം തുടരുകയാണ്. അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ട് എന്ന് സിവിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. വിമാനം അപകടത്തിൽപ്പെടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ ക്രമാനുഗതമായി അവലോകനം നടത്തിവരികയാണ്. എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകരാർ, സിസ്റ്റം തകരാർ തുടങ്ങിയ സാധ്യതകളും മാനുഷികമായ വീഴ്ചകളും പരിശോധിക്കുന്നുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്നും അന്വേഷണ സംഘം കരുതുന്നു.
ജൂൺ 12-നാണ് 275 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം ഉണ്ടായത്. മരിച്ചവരിൽ 241 പേർ വിമാനത്തിലുണ്ടായിരുന്നവരും 34 പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരുമാണ്. വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. DNA പരിശോധനയിലൂടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തവും തുടർന്നുള്ള സംഭവങ്ങളും 787 ഡ്രീംലൈനർ വിമാനത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട്. ലോകമാകെ 1148 ബോയിങ് 787 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ വിമാനങ്ങൾക്ക് സുരക്ഷാ പിഴവുണ്ട് എന്ന് തെളിഞ്ഞാൽ പല മുൻനിര എയർലൈനുകളുടെയും പ്രവർത്തനം താറുമാറാവും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് തന്നെ 787 ഡ്രീംലൈനർ വിമാനത്തിന്റെ സുരക്ഷാ പിഴവ് ചർച്ചയായിരുന്നു. ബോയിങ് 787 ഡ്രീംലൈനറുകളുടെ സർവീസുകളെ ബാധിക്കുന്ന രീതിയിലേക്ക് നടപടി വന്നാൽ അമേരിക്കയിലെ 2 പ്രധാന എയർലൈനുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. യുണൈറ്റഡ് എയർലൈൻസും അമേരിക്കൻ എയർലൈൻസുമാണ് ഏറ്റവും കൂടുതൽ ബോയിങ് 787 ഡ്രീംലൈനറുകളെ ആശ്രയിച്ച് സർവീസ് നടത്തുന്നത്. യുണൈറ്റഡ് എയർലൈൻസ് 2023-ൽ 50 പുതിയ ഡ്രീംലൈനറുകൾക്കായി ബോയിങ്ങിന് കരാർ നൽകിയിരുന്നു. പ്ലെയിൻ സ്പോട്ടേഴ്സ് കണക്കുകൾ പ്രകാരം അപ്പോൾ തന്നെ 78 ഡ്രീംലൈനറുകൾ യുണൈറ്റഡ് എയർലൈൻസിന് കീഴിൽ സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം ബോയിങ്ങിന്റെ വിമാനങ്ങൾ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. ഇതിൽ 2018-ൽ ഇന്തോനേഷ്യയിലെ 737 മാക്സ് വിമാന ദുരന്തവും 2009-ൽ എത്യോപ്യയിലെ വിമാന ദുരന്തവും ഉൾപ്പെടുന്നു. അടുത്തിടെ 2004-ൽ ആകാശത്ത് വെച്ച് ഒരു ബോയിങ് യാത്രാ വിമാനത്തിന്റെ വാതിൽ പറന്നുപോയത് വലിയ വിവാദമായിരുന്നു. ആകാശത്ത് പറന്നുകൊണ്ടിരിക്കെ പൊടുന്നനെ താഴേക്ക് വിമാനം വന്ന സംഭവത്തിലും ബോയിങ് വിമാനമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ബോയിങ് 787 ഡ്രീംലൈനർ വിമാനങ്ങളെ ചൊല്ലി ആശങ്കകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. വിമാനയാത്രകളെ ഏറ്റവും സുരക്ഷിത യാത്രാമാർഗമെന്ന് ആവർത്തിക്കുമ്പോഴും വിമാനയാത്രികരുടെ ആശങ്കകൾ കണ്ണടച്ച് തള്ളാനാവില്ല. എയർ ഇന്ത്യയുടെ ബുക്കിംഗിനെയും അഹമ്മദാബാദ് വിമാന ദുരന്തം ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വിമാന അപകടത്തിന് ശേഷം എയർ ഇന്ത്യയുടെ ബുക്കിംഗ് 20% കുറഞ്ഞുവെന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് അറിയിക്കുന്നത്.